ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി പ്രവാഹത്തിന്റെ താപഫലങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൽ ഉടനീളം സർക്യൂട്ട് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ് സർക്യൂട്ട് എന്ന് പഠിക്കാം. സർക്യൂട്ട് എന്നാൽ കണ്ടിന്യൂസ് ആയി ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന ക്ലോസ്ഡ് പാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ടറിലൂടെയാണ് പ്രവഹിക്കുന്നത്. കണ്ടക്ടറിലേക്ക് കണ്ടിന്യൂസ് ആയി ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ ഒരു എനർജി സോഴ്സ് വേണം. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ബാറ്ററിയാണ് ആ എനർജി സോഴ്സ്. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് കണ്ടക്ടറിലൂടെ പ്രവഹിക്കുന്നത്. എങ്ങനെയാണ് ബാറ്ററിയിൽ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നത്? ബാറ്ററിയിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇങ്ങനെയുണ്ടായ ഇലക്ട്രിക്കൽ എനർജിയാണ് സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയി പ്രവഹിക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റി പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലുകളിലേക്കാണ് പ്രവഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒഴുകുന്നതാണ് വൈദ്യുതി പ്രവാഹത്തിന്റെ കാരണമായി കരുതിയിരുന്നത്. അന്നത്തെ കാലത്ത് ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാല പരീക്ഷണങ്ങളിൽ ഇലക്ട്രിസിറ്റി എന്നാൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണെന്നും അത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതിനോടകം എഴുതിയിരുന്ന പുസ്തകങ്ങളിലും മറ്റും ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്ന് മാറ്റുക ശ്രമകരമായിരുന്നു. അതിനാൽ കൺവെൻഷണൽ കറന്റ് ഫ്ലോ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കും, എന്നാൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ കറന്റിന്റെ എതിർദിശയായ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കും എന്ന രീതി പിന്തുടർന്നു പോയിരുന്നു. ഇന്നും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇലക്ട്രിസിറ്റി സർക്യൂട്ടുകളെ അനലൈസ് ചെയ്യുന്നത്. കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രോൺ ഒരു തടസ്സവും ഇല്ലാതെയാണ് ഫ്ലോ ചെയ്യുന്നത്. എന്നാൽ എല്ലാ മെറ്റൽസും നല്ല കണ്ടക്ടർ അല്ല. ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് തടസ്സം സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴക്കാലത്തും തണുപ്പുകാലത്തും വെള്ളം ചൂടാക്കാൻ നമ്മൾ ഇമ്മേർഷൻ ഹീറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? എങ്ങനെയാണ് ഹീറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെ പ്രാധാന്യം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ. ഇവിടെ സർക്യൂട്ടിലെ കണ്ടക്ടറായ കോപ്പർ വയറിന്റെ കുറച്ചു ഭാഗം മുറിച്ചു മാറ്റി അവിടെ നിക്രോം വയർ നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. ഓക്കെ, തന്നിരിക്കുന്ന സർക്യൂട്ടിലെ കണ്ടക്ടർ കോപ്പറും അതിലെ റെസിസ്റ്റർ നിക്രോമുമാണ്. ഇവിടുത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു എന്ന് നോക്കിക്കേ. വളരെ ഹാപ്പി ആയിട്ട് ഒരു തടസ്സവും ഇല്ലാതെയാണ് ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്നത്. കാരണം കണ്ടക്ടേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് നിക്രോം വയറിൽ കൂടെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് പോകുന്നതെന്ന് നോക്കിക്കേ. വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് കരഞ്ഞു പിഴിഞ്ഞാണ് ഇലക്ട്രോൺസ് നിക്രോം വയറിലൂടെ പോകുന്നത്. കാരണം എന്താണ്? നിക്രോം വയർ ഒരു റെസിസ്റ്റർ ആണ്. റെസിസ്റ്റേഴ്സിന് ഇലക്ട്രോണിനെ ഇഷ്ടമല്ല. സോ ഇലക്ട്രോൺസ് റെസിസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? താപോർജം ഉണ്ടാകുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വൈദ്യുതി കണ്ടക്ടറിലൂടെ സുഗമമായി പ്രവഹിക്കുന്നു. എന്നാൽ വൈദ്യുതി റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളിലൂടെ പ്രവഹിക്കുമ്പോൾ അവിടെ താപോർജം, ഈ നിക്രോം വയറിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചേ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ലോഹങ്ങൾ, മെറ്റൽസ്, അതിന്റെ കണ്ടക്ടൻസ് കൂടുന്ന ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ടേബിളിൽ ഇതേ മെറ്റൽസിന്റെ പ്രതിരോധം കൂടുന്ന ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒരു മെറ്റലിന്റെ പ്രതിരോധം കൂടുന്തോറും അതിന് വൈദ്യുതി പ്രവഹിപ്പിക്കാനുള്ള ശേഷി, അതായത് അതിന്റെ കണ്ടക്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു മെറ്റലിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ കണ്ടക്ടൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ കണ്ടക്ടൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. നിക്രോം വയറിന് കണ്ടക്ടൻസ് കുറവും റെസിസ്റ്റൻസ് കൂടുതലുമാണ്. കോപ്പർ വയറിന് കണ്ടക്ടൻസ് കൂടുതലും റെസിസ്റ്റൻസ് കുറവുമാണ്. മനസ്സിലായില്ലേ?
ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എങ്ങനെ വെള്ളം ചൂടാക്കണമെന്ന് മനസ്സിലായില്ലേ? ഇനി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വീട്ടിലൊരു ലൈറ്റ് കത്തിക്കാൻ നോക്കിയാലോ? ഇലക്ട്രിസിറ്റി റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ താപോർജ്ജം ഉണ്ടാകുന്നു എന്ന് നിക്രോം വയർ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലെ? അതുപോലെ ഇലക്ട്രിസിറ്റി റെസിസ്റ്റേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ താപോർജ്ജം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അവിടെ മറ്റേതെങ്കിലും ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നിക്രോം വയർ മാത്രമാണോ ഒരേ ഒരു റെസിസ്റ്റർ? മറ്റേതൊക്കെ റെസിസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ നിക്രോം വയർ മാറ്റി അവിടെ ഒരു ബൾബ് ഘടിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ബൾബ് കത്തും, അതായത് അവിടെ പ്രകാശം പരക്കും അല്ലെ? അതെങ്ങനെയാ സംഭവിക്കുന്നത്? ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയായി മാറുന്നു അല്ലെ? അതെങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൊ അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ബൾബിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ബൾബിന്റെ ഡിഫറെന്റ് പാർട്സ്? ഒരു ഗ്ലാസ് കവർ ഉണ്ട്, അതിന് ഗ്ലാസ് കവറിന്റെ ഉള്ളിൽ ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ട്, അതിനകത്തൊരു ഫിലമെന്റ് ഉണ്ട്. ഈ ഫിലമെന്റ് എന്ത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ കൊണ്ടാണ് ആ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടങ്സ്റ്റൺ ഒരു റെസിസ്റ്റർ ആണ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ടങ്സ്റ്റണിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് തടസ്സമുണ്ടാകുന്നു. തൽഫലമായി അവിടെ ലൈറ്റും ഹീറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോൺസ് നിക്രോം വയറിലൂടെ കടന്നുപോയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഹീറ്റ് ഉണ്ടായി അല്ലെങ്കിൽ താപോർജ്ജം ഉണ്ടായി. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ടങ്സ്റ്റണിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും ലൈറ്റും അതിനോടൊപ്പം തന്നെ ഹീറ്റും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ടങ്സ്റ്റന്റെ പ്രത്യേകത? ടങ്സ്റ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലും അതുപോലെ തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് മെൽറ്റ് ആകാതെ പ്രകാശം പരത്താൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിക്രോം വയർ മാത്രമല്ല, ബൾബിലെ ടങ്സ്റ്റൺ ഫിലമെന്റും ഒരു റെസിസ്റ്റർ ആണ്. അതുപോലെ മറ്റു വൈദ്യുതോപകരണങ്ങളുടെ ഉള്ളിലും റെസിസ്റ്റേഴ്സ് ഉണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നമുക്ക് ചെയ്തു നോക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം നമുക്ക് ജൂൾസ് ലോ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.